കഥകളിയിലെ കുലപതി ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ അരങ്ങൊഴിയുന്നു. അരനൂറ്റാണ്ട് നീണ്ട കലാജീവിതത്തിനൊടുവിൽ വാർദ്ധക്യ സഹജമായ അവശതകളെ തുടർന്നാണ് അദ്ദേഹം വേദികളിൽ നിന്ന് പിന്മാറുന്നത്. നിലവിൽ കലാമണ്ഡലം ഭരണസമിതി അംഗമാണ് 87-കാരനായ ഗോപിയാശാൻ. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി നായർക്കും രാമൻകുട്ടി നായർക്കും ശേഷം കഥകളി ലോകം കണ്ട മികച്ച പ്രതിഭയെന്ന വിശേഷണത്തിന് അർഹനായ ഗോപിയാശാൻ തൃശൂർ പെരിങ്ങോട്ട് ചാലിശ്ശേരിക്കടുത്ത കോതച്ചിറയിലാണ് ജനിച്ചത്. 9-ാം വയസ്സിൽ ഓട്ടൻതുള്ളൽ പഠനത്തിലൂടെ കലാരംഗത്തേക്കെത്തിയ ഇദ്ദേഹം പ്രമുഖ കഥകളി കലാകാരനായ തെക്കിൻകാട്ടിൽ രാവുണ്ണി നായരുടെ നിർദ്ദേശപ്രകാരമാണ് കഥകളിയിലേക്ക് തിരിഞ്ഞത്. പിന്നീട് കലാമണ്ഡലം രാമൻകുട്ടി നായർ, പത്മനാഭൻ നായർ, വാഴങ്കട കുഞ്ചു നായർ തുടങ്ങിയ പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ കീഴിൽ 7 വർഷം കലാമണ്ഡലത്തിൽ പഠിച്ചു. പഠനശേഷം 1957 മുതൽ കലാമണ്ഡലത്തിൽ അധ്യാപകനായും പിന്നീട് പ്രധാന അധ്യാപകനായും പ്രവർത്തിച്ചു. 1992 കലാമണ്ഡലത്തിൽ നിന്ന് വിരമിച്ചു. കേരളത്തിലും വിദേശത്തുമായി ആയിരക്കണക്കിന് വേദികളിൽ ഗോപി കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട്. കുടുംബം നേരിട്ട കൊടിയ ദാരിദ്ര്യമാണ് എന്നെ കഥകളി നടനാക്കിയതെന്ന് ഗോപിയാശാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഭീമനായും ബാഹുകനായും നളനായും അരങ്ങുകൾ കീഴടക്കിയ ഗോപിയാശാന്റെ നടന വൈഭവവും പകർനാട്ടങ്ങളും ലോകം തിരിച്ചറിഞ്ഞത് പച്ചവേഷങ്ങളിലൂടെയാണ്. ജനുവരിയിൽ തന്റെ കവിതാ സമാഹാരമായ മനോരഥത്തിന്റെ പ്രകാശന ചടങ്ങിൽ വിരമിക്കലിനെ കുറിച്ച് സൂചന നൽകിയിരുന്നെങ്കിലും ഇത്ര വേഗം അതുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ചാരുത നിറഞ്ഞ പച്ചവേഷങ്ങളിലൂടെ കഥകളി ആസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ ഗോപിയാശാന് കലാമണ്ഡലം വള്ളത്തോൾ ആചാര്യശ്രേഷ്ഠ പദവി നൽകിയിട്ടുണ്ട്. നീണ്ട 50 വർഷം ഗുരുവായൂർ കോട്ടയ്ക്കൽ ക്ഷേത്രോത്സവങ്ങളിൽ മുടങ്ങാതെ കഥകളി അവതരിപ്പിച്ച അപൂർവ പ്രതിഭയെന്ന ബഹുമതിയും ഗോപിയാശാനാണ്. ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ച അദ്ദേഹത്തിന് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംഗീത അക്കാദമി അവാർഡ്, കേരള കലാമണ്ഡലം അവാർഡ് എന്നിങ്ങനെ നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ചില സിനിമകളിലും ഇദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. ഷാജി കരുണിന്റെ വാനപ്രസ്ഥം, ജയരാജിന്റെ ശാന്തം, ലൗഡ് സ്പീക്കർ എന്നിവയിൽ ശ്രദ്ധേയമായ വേഷമായിരുന്നു ഇദ്ദേഹം കൈകാര്യം ചെയ്തത്.